ഞാനിന്നിപ്പോൾ വിളയിരുത്ത വീട്ടിലേക്കാട്ടോ. അവിടെ അനിയൻ്റെ വൈഫ് ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ചെല്ലാൻ പറഞ്ഞതായിരുന്നു. അപ്പം ഇന്ന് രാവിലെ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വണ്ടിയൊക്കെ എടുത്തു. പോകുന്ന വഴി പെട്രോൾ അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിച്ചിട്ട് വിളയിരുത്ത വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് തന്നെ നന്ദു ഉണ്ടായിരുന്നു. അപ്പം എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അത് പുട്ടും ചിക്കനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പുറത്തിരുന്നിട്ട് കഴിക്കുക കേട്ടോ. അപ്പോഴും ഒരാൾ എൻ്റെ വണ്ടിയുമ്പോൾ കയറിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇയാളാണ് കേട്ടോ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നത്. പിന്നെ അങ്ങനെ മാലുത കുറച്ച് കഴിഞ്ഞപ്പോൾ ഓമക്കായൊക്കെ കട്ട് ചെയ്ത് കൊണ്ടു തന്നിട്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവരിത് കിച്ചണിൽ നിന്നിട്ട് എന്തൊക്കെയോ കളിക്കലും കാണിക്കലൊക്കെ ഉണ്ട്. നന്ദോടെ ഇന്ന് കളിക്കണമുണ്ട് കേട്ടോ. പിന്നെ അത് ഉച്ചയ്ക്ക് ഇന്ന് മുരിങ്ങക്കറിയും ചോറും കണ്ണിമാങ്ങ അച്ചാറൊക്കെ കഴിക്കണം കേട്ടോ. പിന്നെ ഇത് അവന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോന്ന് എനിക്ക് എടുത്ത് കാണിച്ച് തരികയാണ്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുമുണ്ട് കേട്ടോ. പിന്നെ അത് മിഠായിയൊക്കെ അമ്മ എടുത്ത് ഓരിക്കുന്നുണ്ട്. ഓരിക്കുന്ന സമയത്ത് നന്ദു അവിടെ ഇരുന്ന് നല്ല കഴിക്കല. മിഠായി ഓരിക്കുക എന്നുള്ള പേരും. പിന്നെ അങ്ങനെ നമ്മുടെ പച്ചക്കറി തോട്ടത്തേക്ക് ഇറങ്ങിയപ്പോൾ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ. പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ കൈയും വീശിയിട്ടാണ് പോവെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ കൈ നിറയെ സാധനങ്ങളായിട്ടാണ് വരിക കേട്ടോ. ഞാനത് കൂടെയൊക്കെ നടക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ. അങ്ങനെ അമ്മയും അച്ഛനും കൂടിയും കോവയ്ക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊട്ടിക്കൽ കഴിഞ്ഞ് അകത്ത് കയറി അമ്മ അപ്പയ്ക്ക് വൈകിട്ട് മധുരക്കിഴങ്ങും ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബായ്.